ഹലോ ഹായ്. തുടരും ലാലേട്ടൻ തരുൺമൂർത്തി കോംബോയിൽ വന്ന സിനിമ. ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് റിവ്യൂ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം, ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഹാപ്പി ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല കേട്ടോ. സാധാരണ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുന്ന വരെയുള്ള ഡ്രൈവിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്, സിനിമ എന്ത് പറയണം എന്നൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, എന്ത് പറയണമെന്നോ. പക്ഷേ സ്പോയിലർ ആയിരിക്കില്ല, ഞാൻ പറയുന്നതിൽ സ്പോയിലർ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ എങ്ങനെയാണോ സിനിമ കണ്ടത് അതുപോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. തരുൺമൂർത്തി ആറ്റ്സ് ഓഫ് യു. ഒരു രക്ഷയില്ല. ഒരു ഫാൻ ബോയ് സംഭവം. അത് സാധാരണ നമ്മൾ ഫാൻ ബോയ് സംഭവം അല്ലെങ്കിൽ ഫാൻ ബോയ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ കുറെ ഗിമ്മിക്കുകൾ കാണിക്കുക, ഇഷ്ട നടനെ വല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ കുറെ സ്ലോ മോഷനും കുറെ അത് ഫാൻസിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പരിപാടി ചെയ്യുമല്ലോ. അത്തരത്തിലുള്ള ഒരു പരിപാടിയില്ല. സിനിമക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ഫാൻ ബോയ് സിനിമ. തരുൺമൂർത്തി ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഭയങ്കര ഹാപ്പി. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിച്ചു. ഇതിനു മുമ്പ് നമ്മുടെ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലും അങ്ങനെ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അവിടെയൊക്കെ നമുക്ക് അല്പമൊക്കെ നിരാശ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ശരിക്കും മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിച്ചു. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും. കിട്ടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. സിനിമയിൽ ഒരുപാട് സംഗതികളുണ്ട്. സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് കുറേ സാധനങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ഒരു പൊതു ചിത്രം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പെർഫോമൻസ് ഒരു 7-8 വർഷം എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടനെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു ഒരു ഞാനൊരു ടിപ്പിക്കൽ മോഹൻലാൽ ഫാനായി പോയി. തിയേറ്ററിൽ ഇരുന്നപ്പോൾ പല സ്ഥലത്തും കണ്ണ് നിറഞ്ഞു ടീമേ. ഒരു രക്ഷയില്ല. കണ്ണ് നിറഞ്ഞിട്ടേ നമ്മൾ ഹാപ്പിനെസ് കൊണ്ടാണോ സിനിമ ഒരു ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് സിനിമയ്ക്ക്. ആ ഓരോ കിക്കിലും നമ്മൾക്കിങ്ങനെ കണ്ണ് നിറഞ്ഞു പോകുന്ന നിമിഷമുണ്ട്. സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്. അൺബിലീവബിൾ. ഒരു രക്ഷയില്ലാത്ത പരിപാടി. ലാലേട്ടൻ ഷൺമുഖം എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ള കളിചിരി ഹാപ്പിനെസ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മൊമെന്റിൽ വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു ഭയം അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടാവുന്ന ഇതിലുള്ളൊരു വല്ലാത്തൊരു തരം വികാരങ്ങൾ, അത് ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന എല്ലാത്തരം വികാരങ്ങളും ഈ സിനിമയിൽ ഷൺമുഖം എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് തരുൺമൂർത്തി. അത് ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശോഭനയുടെ ഒരു ഇന്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ഒരു പകുതിയോടൊക്കെ എടുക്കുമ്പോൾ ശോഭനയുടെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടം, ഒരു രക്ഷയില്ല പരിപാടി. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ഇർഷാദ്, അങ്ങനെ ബിനു പപ്പു ഒക്കെ കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഈ പറഞ്ഞ ഡ്രൈവർ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞ് ആകെ പുലിവാല പിടിച്ച റിവ്യൂസൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വല്ലാത്ത എക്സൈറ്റഡ് ആയിപ്പോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് നോക്കാൻ. കലക്കരായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്താ പറയുക, പെർഫോമൻസ് വൈസ് ഒരു നായുണ്ട് സിനിമയിൽ. ആ നായ വരെ അഭിനയിച്ച് നെറ്റിച്ചു എന്നൊക്കെ പറയില്ലേ. പെർഫോമൻസ് ആയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ജെയ്ക്സ് ബിജോയ്, എൻ്റെ മോനെ, ജെയ്ക്സ് ബിജോയ് കൊടുത്തേക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് ജെയ്ക്സ് ബിജോയ് തകർക്കും എന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ബുക്കിംഗ് തുടങ്ങുന്ന വെച്ചിട്ട് അവരൊരു ചെറിയൊരു പീസ് വീഡിയോ അവർ ഇറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ കൊടുത്തിട്ടുള്ള ഒരു സ്കോർ ഉണ്ടല്ലോ, ഒരു നാടൻ പാട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ പല വേർഷൻ സിനിമകളിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ വരുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, ആ സീനിനെ വേറെ മാതിരി എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ജെയ്സ് ബിജോയ്. രക്ഷയില്ല. പിന്നെ ഷാജുമാറിൻ്റെ ക്യാമറ, വൈഡ് ഫ്രെയിമൊക്കെ എന്ത് രസമാണെന്ന് അറിയാമോ. ഷാജിമാർ നമുക്ക് അറിയാലോ, പുലിമുരുകനും അതുപോലെ തന്നെ നരനൊക്കെ ചെയ്തിട്ട് അത്രയും വലിയ സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് ഫ്രെയിമുകളും അത്തരത്തിലുള്ള കാലമൊക്കെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കുറേ നാളുകളായിട്ട്. ആ ഒരു പരിപാടി ഇതിനകത്ത് കാണാം. ഗംഭീര വിഷ്വൽസ്, അത് വൈഡ് ഫ്രെയിമൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷെഫീഖ് തന്നെയാണ് എന്ന് തോന്നുന്നു പേര്. നിഷാദ് യൂസഫ് നമ്മളെ വിട്ടുപോയ അദ്ദേഹം തുടങ്ങി വെച്ചിട്ട് ഷെഫീഖ് പൂർത്തിയാക്കേണ്ടി വന്നു.
എല്ലാവരും കൂടി ഒരു പൂക്കാലം അങ്ങോട്ട് തന്നു. കുറേ ദിവസങ്ങൾ ആഘോഷം, കുറേ ദിവസങ്ങളല്ല, ലാലേട്ടൻ ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഒരു ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ സിനിമ, ഒരു മാസ് മസാല പടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പരിപാടിയല്ല. പക്ഷെ ലാലേട്ടൻ്റെ നടനെ ആഘോഷിക്കാൻ പറ്റിയ ഒരു പരിപാടി ഉണ്ട് സിനിമയിൽ. ഇനി സിനിമ കഴിഞ്ഞ് OTT ഒക്കെ ഇറങ്ങുമ്പോൾ കുറേ മെറ്റീരിയലുകൾ വരും റീൽസായിട്ട്. അമ്മാതിരി ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആണ്, ഇത്ര ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്, സിനിമ എങ്ങനെയാണെന്നുള്ള ഉത്തരവുണ്ട്. സിനിമ തുടങ്ങുന്നത് ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഒരു കുട്ടിത്തം നിറഞ്ഞ ലാലേട്ടനെ നമ്മൾ കുറേ നാളുകളായിട്ട് മിസ് ചെയ്യുന്ന ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, വളരെ ഒരു കോമൺ സാധാരണക്കാരനായിട്ടുള്ള ഒരു ലാലേട്ടൻ, കുട്ടിത്തമൊക്കെ നിറഞ്ഞ ഒരു കളിചിരിയൊക്കെയുള്ള ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, ആ ലാലേട്ടനെ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഓരോ കഥാപാത്രങ്ങളെ കഥയിൽ പോകുന്ന വഴിക്ക് ആ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ സുനിലിൻ്റെ കാര്യം വിട്ടുപോട്ടോ, KR സുനിൽ സാർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥയാണ്. ആ കഥ തരുൺമൂർത്തിയും സുനിൽ സാറും കൂടി ഒന്ന് സ്ക്രിപ്റ്റാക്കി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ രഞ്ജിത്ത് കാണിച്ച ഒരു ധൈര്യവും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിനും ഒരുപാട് കയ്യടി അറിയിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓരോ കഥാപാത്രങ്ങളിലും നമ്മളെ പ്രേക്ഷകന് മുന്നിലോട്ട് വെക്കുന്നത് ഇങ്ങനെ ഇന്നൊരു കഥാപാത്രത്തിൽ നിങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അതിങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു. ആദ്യത്തെ 2 പാട്ടുകൾ ഭയങ്കര, പ്രത്യേകിച്ച് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ ഒരു ലാലേട്ടൻ, നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടനെ എല്ലാത്തൊരു ഇഷ്ടമുള്ള ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, നമ്മുടെ പഴയ കുറേ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗ്രാഫിക്സിൽ ഇങ്ങനെ കാണിച്ചു പോകുന്ന പരിപാടി. ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ മുതൽ നമുക്കൊരു വല്ലാത്തൊരു ഹാപ്പിനെസ്, കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു പരിപാടികൾ. കാരണം ഒരുപാട് പഴയ ലാലേട്ടൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന പരിപാടി. അവിടെ നിന്ന് അങ്ങ് 2 പാർട്ടായിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു പാർട്ട്, സെക്കൻഡ് വേറെ മാതിരി ഒരു പരിപാടി. അത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. നമ്മൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ടാണ് അത് പറയാത്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും. കാരണം ആ രീതിയിൽ പറയാനുണ്ട്, ഹിഡനായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. മോഹൻലാലിൻ്റെ ചില നോട്ടവും മോഹൻലാലിൻ്റെ കണ്ണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തിന് ശേഷം ഇത്രയും മനോഹരമായിട്ട് മോഹൻലാലിൻ്റെ കണ്ണ് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ളത് തരുൺമൂർത്തിയാണ്. റിയൽ ഫാൻ ബോയ്. അതിന് കുറഞ്ഞൊന്നും പറയാനില്ല. അവരുപയോഗിച്ചിരിക്കുന്ന കളർ ഗ്രേഡ് പോലും, ചില സമയത്ത് കൊടുത്തേക്കുന്ന ലൈറ്റിങ്ങിന് പോലും ഭയങ്കരമായ, അവരുപയോഗിച്ചിരിക്കുന്ന കളർ ഗ്രേഡ് പോലും എന്താ പറയുക, അവർ ലൈറ്റിങ് ഉൾപ്പെടെയുള്ള പല കളർ കൊടുത്തേക്കുന്നത് പോലും ആ സീനിന് വേറൊരു മീനിങ് ഉണ്ടെന്ന് കാണിച്ചു തരുന്ന കുറേ പരിപാടികൾ. അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായി മികച്ചു നിൽക്കുന്ന ഒരു സിനിമ, സ്ക്രിപ്റ്റ് വൈസ് മികച്ച് നിൽക്കുന്ന സിനിമ, പെർഫോമൻസ് വൈസ് മികച്ച് നിൽക്കുന്ന സിനിമ, അങ്ങനെ എല്ലാത്തരം രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകരെയും ഈ സിനിമ ഉൾക്കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാ പ്രേക്ഷകരെയും ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു സിനിമ, ഹാപ്പി ആക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഞാൻ അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ പറയാറില്ല, തിയേറ്ററിൽ പോയി നിങ്ങൾ കാണരുത് എന്നൊന്നും അങ്ങനെയൊന്നും പറയാറില്ല റിവ്യൂല്. പക്ഷേ ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല, കാരണം സ്പോയിലർ ആകും എന്നുള്ളതുകൊണ്ട്. എവിടെയെങ്കിലുമൊക്കെ സ്പോയിലർ ആകും, അതുകൊണ്ട് സ്പോയിലർ ആക്കുന്നില്ല. തിയേറ്ററിലോട്ട് വിട്ടോ, കിട്ടില്ല എക്സ്പീരിയൻസ്.